ഓക്കെ. സോ യുഎസിലെത്തിയിട്ടുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു? ബാക്ക് ഇൻ 95 ആ യുഎസ് എന്തായിരുന്നു അവസ്ഥ? 95 US വാസ് അമേസിങ് ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ .com ബൂം ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ AI ബൂം എന്നൊക്കെ പറയുന്ന പോലെ ആഹാ. അന്ന് ഈ കമ്പനീസ് ഗെറ്റിംഗ് ടു ദ ഇന്റർനെറ്റ് ആ ഫേസ് ആണ്. ഓ. എവറി കമ്പനി ഈസ് ഗെറ്റിംഗ് റീക്രിയേറ്റഡ് ആസ് എ .com കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ആസ് എ പ്രൈമറി മെത്തേഡ് ഓഫ് കോമേഴ്സ്. അപ്പോൾ ഒരുപാട് കമ്പനീസ് ഒക്കെ ഫോം ചെയ്യുന്നു. ഇൻഫാക്ട് ഒരു ഡൊമെയിൻ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ വുഡ് ബൈ ഇറ്റ് ഫോർ എ ലോട്ട് ഓഫ് മണി. അങ്ങനെ ഐ റിമെമ്പർ ലോൺസ്.com എന്ന് പറഞ്ഞിട്ടൊരു ഡൊമെയിൻ എനിക്ക് തോന്നുന്നു ഒരു 5 million എന്തോ സെൽ ചെയ്തു. ഓ, ജസ്റ്റ് ദി ഡൊമെയിൻ നെയിം. അപ്പോൾ ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങി. അപ്പോൾ അങ്ങനെ 95 ആസ് എ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ഞാൻ ഓൾവേസ് പാലോ ആൾട്ടോ നമ്മളെപ്പോഴും പാലോ ആൾട്ടോ റിസർച്ച് സെൻറ്ററിനെ പറ്റിയും ഒരുപാട് സിലിക്കൺ വാലിയെ പറ്റിയൊക്കെ വായിച്ചിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഐ വാണ്ടഡ് ദാറ്റ് വാസ് മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതായിരുന്നു എൻ്റെ. അപ്പോൾ ലക്കിലി ഐ വാസ് ഏബിൾ ടു ഇനിഷ്യലി ഷിക്കാഗോയിലേക്കാണ് പോകേണ്ടി വന്നത്. അപ്പം അവിടെ വെതറൊന്നും അത്ര ഇഷ്ടപ്പെടാതെ ഐ ടുക്ക് എ വൺ വേ ടിക്കറ്റ് പാലോ ആൾട്ടോയിൽ. അപ്പോഴും ജോലിയൊന്നും ആയിട്ടില്ല. അവിടെ പോയി കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. Palo Alto for the audience is where the Steve Jobs, Apple, all these things happen. Like ഒരു മാജിക്കൽ പ്ലേസ്. മാജിക്കൽ പ്ലേസ്. ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ശരിക്കും ഇപ്പോഴത്തെ ആപ്പിൾ ക്യാമ്പസ് അവിടെയാണ്. കുപ്പട്ടിനോയില് അന്ന് HP ക്യാമ്പസാണ് അത്. അപ്പം അത് അവർ മൊത്തം ബിൽഡിങ്സും പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പോഴത്തെ സ്പേസ് ഷിപ്പ് ക്യാമ്പസ് ബിൽഡ് ചെയ്ത്. അപ്പോൾ അവിടെ ഫാൻസി അല്ലാത്ത ക്യാമ്പസിൽ ഒരു 1.5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം അന്ന് HP അവർക്കൊരു ജാവ വിർച്വൽ മെഷീൻ ഉണ്ടാക്കും, JVM. കാരണം അവർ എംബഡഡ് ഡിവൈസസിന് സൺ മൈക്രോ സിസ്റ്റംസ് ലൈസൻസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇത് വിൽ ബി വെരി എക്സ്പെൻസീവ്. അപ്പോൾ എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്മോൾ ഡിവൈസസ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, മെഷർമെന്റ് ഡിവൈസസ്. അന്ന് HP മെഷർമെന്റ് ഡിവൈസസും കൂടെ HP പ്രിന്റർ, സ്കാനർ എല്ലാം കൂടെ ഒറ്റ യൂണിറ്റ് ആണ്. അപ്പോൾ അവർ അതിനുവേണ്ടി ഒരു ജാവ വിർച്വൽ മെഷീൻ ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഷനുമായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ആ ടീമിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് പ്രോജക്റ്റ്. അപ്പോൾ കുറച്ച് കമ്പൈലർ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളിവിടെ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളു. അന്നും AI ഇവിടെ ആ പ്രോജക്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നുമില്ല കുറേ നാൾ. അപ്പം ഇത് ഓപ്പർച്യൂണിറ്റി വളരെ നല്ലതായിരുന്നു. അപ്പം നമ്മളൊരു ആ വർക്ക് തുടങ്ങി ഒരു കൺസൾട്ടിങ് എൻഗേജ്മെൻ്റ് ആണ്. പക്ഷെ അവരുടെ എംപ്ലോയീസിനെ പോലെ തന്നെ നമ്മുടെ കോർ ടീം മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ.